ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മുടെ ഫാമിലിയുടെ മെമ്പർ ആവുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ. നിങ്ങളുടെ വലിയ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്ന് ഓർക്കൂ ഗൈസ്. നമ്മുടെ ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് വയ്ക്കാം. നമ്മുടെ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ടീം പ്രഖ്യാപിച്ചു. യെസ്, തോമസ് തുഷേൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹത്തിന് മാത്രം ഒരുപക്ഷെ അറിയാവുന്ന കാര്യമായിരിക്കാം. സൂപ്പർ താരങ്ങൾ പലരും പുറത്താണ്. ഫിൽ ഫോഡൻ, ഹാരി മഗ്വയർ, അതേപോലെ പലരും അതേപോലെ കുറേ താരങ്ങൾ അങ്ങനെ പുറത്താണ്. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഇനി ഡിസ്കഷൻസ് ഇനി ലോകമെമ്പാടും നടക്കുമെന്നത് ഈ സ്കോഡ് കാണുമ്പോൾ ഉറപ്പാണ്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് വയ്ക്കാം. ആ സ്കോഡ് നമുക്ക് നോക്കാം. ഗോൾ കീപ്പർമാരായിട്ട് ടീമിലുള്ളത് ജോർഡൻ പിക്ഫോർഡ്, അതേപോലെ തന്നെ ജെയിംസ് ട്രഫോർഡ്, ടീം ഹെഡേഴ്സൺ. ഡിഫൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടിനോ ലിവർമെൻറ്റോ, നിക്കോർലിനി, അതേപോലെ തന്നെ നിക്കോർലിനി, റിൻസ് ജെയിംസ്, പിന്നെ ഡെൻസ് ബെൻസ്. ഇനി അതേപോലെ മാർക്ക് ഗൊയി, AS റിഗോൺസ, ജോൺ സ്റ്റോൺസ് ആൻഡ് ബേൺ. ഇതാണ് ഡിഫൻസ് എന്ന് പറയുന്നത്. മിഡ്ഫീൽഡിലേക്ക് വന്നാൽ ഡെഗ്ലേസ് റേസി, അതേപോലെ തന്നെ കോബി മൈനോ, ജൂഡ് ബെല്ലിങ്ങാം, എലൈറ്റ് ആൻഡേഴ്സൺ, ജോർഡൻ ഹെൻഡേഴ്സൺ, എബ്രിഡ്ജ്, അതേപോലെ ഓർഗൻ റോജർ. ഇനി ഫോർവേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബുഖായി സാക്കയുണ്ട്, നുനോ മഡീഡോ ഉണ്ട്, അതേപോലെ തന്നെ മാർക്കസ് റാഷ്ഫോർഡ് ഉണ്ട്, ഇവാൻ റോണി ഉണ്ട്, ഹാരി കെയ്ൻ ഉണ്ട്, ആന്റണി ഗോർഡൻ ഉണ്ട്, അതേപോലെ ഒലിവേഴ്സ് കിങ്സ് ഉണ്ട്. ഇതാണ് ഇംഗ്ലണ്ട് ടീം എന്ന് പറയുന്നത്. എന്തായാലും അടിമുടി മാറ്റങ്ങളുമായാണ് ഇംഗ്ലീഷ് ടീം വരുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല, ഒരു തർക്കവുമില്ല. കാര്യത്തിൽ അങ്ങേയറ്റത്തെ മാറ്റവുമായാണ് തോമസ് തുഷേൽ എന്തൊക്കെയോ പദ്ധതി ரொம்ப പ്ലാൻ ചെയ്തിരിക്കെ എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വരവ്. ഒരുപാട് പ്രതീക്ഷകളുണ്ട് വേൾഡ് കപ്പിൽ. എന്തായാലും ഇഴകീറി ഈ ടീം പരിശോധിക്കപ്പെടും. കാരണം അങ്ങനത്തെ ഒരു ടീമാണ് തോമസ് തുഷേൽ എന്നതിൽ സംശയം തെല്ലുമില്ല. എന്തായാലും ഈ ഒരു സൂപ്പർ താരങ്ങളെ പുറത്തിരുത്തി അടിമുടി മാറ്റങ്ങളുമായി കൊണ്ടുപോയിട്ട് റിസൾട്ട് ഉണ്ടാക്കാനായില്ലെങ്കിൽ, ഉണ്ടാക്കുക തന്നെ ചെയ്യും. തോമസ് തുഷേലാണ് ആള്, അദ്ദേഹത്തെ അറിയാവുന്നതാണല്ലോ. അപ്പം അദ്ദേഹം ഉണ്ടാക്കുക തന്നെ ചെയ്യും. പക്ഷെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി തോമസ് തുഷേലിന് തന്നെ ആയിരിക്കും. അതിലൊരു മാറ്റവുമില്ല. ഇങ്ങനൊരു പരീക്ഷണത്തിന് മുതിരണമോ എന്ന് ലോകത്തിന് മുന്നിൽ അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വരും. ഇഷ്ടപ്പെടുമെന്ന് തന്നെ കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ വരുന്നതുവരെ